ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് എങ്ങനെ സ്വന്തമായിട്ടൊരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് IRCTCയുടെ റെയിൽ കണക്ട് എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്രെഡൻഷ്യൽസൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ അതിൽ ലോഗിൻ ചെയ്യാനായിട്ട് നോക്കുക. അതിനുശേഷം മുകളിൽ കാണുന്ന ട്രെയിൻ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബുക്ക് ടിക്കറ്റ്സ് കൊടുക്കാം. അപ്പോൾ നമ്മൾക്ക് ട്രെയിൻ സെർച്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത്. അതിൽ നമ്മൾ ഫ്രമിൻ്റെ സ്ഥലത്ത് നമ്മൾ എവിടെ നിന്നാണോ ട്രെയിനിൽ കയറുന്നത് ആ സ്ഥലം സ്റ്റേഷൻ കൊടുക്കാം. ഞാനിപ്പോൾ എറണാകുളം സൗത്താണ് കൊടുക്കുന്നത്. നമുക്ക് എങ്ങോട്ടേക്കാണ് യാത്ര ചെയ്യേണ്ടത് അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ നാഗപട്ടണത്തേക്കാണ് ട്രാവൽ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഡേറ്റാണ് സെലക്ട് ചെയ്യേണ്ടത്. ഡേറ്റ് അപ്പോൾ ഞാൻ ഓഗസ്റ്റ് 15 എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കമ്പാർട്ട്മെൻറ്റ് സെലക്ട് ചെയ്യാം. ജനറൽ വേണോ, ലേഡീസ് വേണോ, നിങ്ങളിപ്പോൾ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാം. ഇപ്പോൾ ലോവർ ബർത്ത് റിസർവേഷനൊക്കെ ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറൽ തന്നെയാണ് എടുക്കുന്നത് നല്ലത് എപ്പോഴും. അതിനുശേഷം നമുക്ക് സെർച്ച് ട്രെയിൻസ് കൊടുക്കാവുന്നതാണ്. നമ്മൾ സെർച്ച് ട്രെയിൻസ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ട്രെയിൻസിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കും. അതിൽ നമ്മളുടെ ട്രെയിനിൻ്റെ നമ്പർ, ടൈം, എത്തിച്ചേരുന്ന ടൈം എല്ലാം ഡീറ്റെയിൽസും ഉണ്ടാകും. നമുക്ക് ഏതാണ് സ്ലീപ്പർ വേണോ, തേർഡ് AC വേണോ, സെക്കൻഡ് AC വേണോ, ഏതാഴ്ച നമ്മൾ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ സ്ലീപ്പറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് AVL കാണിക്കുന്നത് അവൈലബിൾ സീറ്റ്സ് ആണ്. RAC കാണിക്കുന്നത് റിസർവേഷൻ അഗെയിൻസ്റ്റ് ക്യാൻസലേഷൻ. അത് റിസർവ്ഡ് ആവാനും ചാൻസ് ഉണ്ട്, ക്യാൻസൽ ആവാനും ചാൻസ് ഉണ്ട്. ഇതിന് നമുക്ക് ബേസ് ഫെയർ ആയിട്ട് വരുന്നത് 315 രൂപയാണ്. റിസർവേഷൻ ചാർജ് 20 രൂപയും. അങ്ങനെ 335 രൂപയാണ് നമുക്ക് ഈ യാത്രയ്ക്കായിട്ട് ചിലവാകുന്നത്. അതിനുശേഷം നമുക്ക് പാസഞ്ചർ ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇനി നമ്മൾ പാസഞ്ചർ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആഡ് ന്യൂ പാസഞ്ചർ ഡീറ്റെയിൽസ് കൊടുക്കാം. അതിൽ നമ്മുടെ പേര്, വയസ്സ്, ജെൻഡർ, പിന്നെ നമുക്ക് ബർത്ത് പ്രിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. അങ്ങനെ നമുക്ക് എത്ര പേരാണോ ഉള്ളത് അവരുടെ ലിസ്റ്റ് നമ്മൾക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മളുടെ കൂടെ കുട്ടികളുണ്ട്, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ബർത്ത് വേണമെന്നുണ്ടെങ്കിൽ അതും നമ്മൾക്കിതിൽ കൊടുക്കാവുന്നതാണ്. വേണ്ടാന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ബുക്ക് ഓൺലി ഇഫ് കൺഫേം ബർത്ത് ആർ അലോക്കേറ്റഡ്. ഇപ്പോൾ നമ്മൾക്ക് പ്രായമായവരൊക്കെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ലോവർ ബർത്ത് തന്നെ വേണ്ടി വരും. അപ്പോൾ അങ്ങനെ ബർത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം റിസർവ് ചെയ്താൽ മതി എന്നുള്ള ഓപ്ഷൻ നമ്മൾ ആദ്യം കൊടുക്കുക. അതിനുശേഷം റിസർവേഷൻ ചോയ്സ് കൊടുക്കാം നമുക്ക്. ഞാനിപ്പോൾ എല്ലാ സീറ്റും സെയിം കോച്ചിലാണെങ്കിൽ മാത്രം റിസർവ് ചെയ്താൽ മതി എന്നുള്ള ഓപ്ഷനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം പേയ്മെൻറ്റ് മോഡ് കൊടുക്കാം. അതിനുശേഷം ട്രാവൽ ഇൻഷുറൻസ് കൊടുക്കാൻ മടിക്കരുത്. നമുക്ക് ഏതെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഡീറ്റെയിൽസ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഏത് കമ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾക്ക് സീറ്റ് കിട്ടിയിരിക്കുന്നതെന്നും ഏതൊക്കെ സീറ്റുകളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെന്നും ഡീറ്റെയിൽഡായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ നമ്മൾക്ക് S5 കിട്ടിയിരിക്കുന്നത്. നമ്മളുടെ സീറ്റ് അപ്പർ ബർത്ത്, മിഡിൽ ബർത്ത്, ലോവർ ബർത്ത് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.